ഞാൻ തന്നെ ഡിലീറ്റ്. ഇതാണ് ഷാർജ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ അന്ന് നടന്ന കുറച്ച് സംഭവങ്ങളൊക്കെ കേട്ടോ. സത്യം പറഞ്ഞാൽ പെരുന്നാളിന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് കടമ്പ്രയ എക്കോ ടൂറിസത്തിലേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് കടമ്പ്രയ എക്കോ ടൂറിസം എന്ന്. അത് എൻ്റെ ഈ വീഡിയോ ഫുൾ കാണുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ആര് കണ്ടാലും കൊതിച്ചു പോകും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവിടെ വന്നോന്ന് ആഗ്രഹിക്കും. അതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് കടമ്പ്രയ ടൂറിസം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ ഈ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ കടമ്പ്ര എക്കോ ടൂറിസം. അപ്പോൾ ഇത് 2010 കടമ്പ്ര ടൂറിസം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. പിന്നെ അത് കുറേ കാലങ്ങളോളം ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ പോയി. ബോട്ട് സർവീസ് ഉണ്ട് അവിടെ. ഒരു കായലിൻ്റെ ചെറിയൊരു പോർഷനാണ്, പക്ഷെ കായലാണെന്നും തോന്നില്ല, കനാലാണെന്നും പറയില്ല, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് പോകുന്നത്. അപ്പോൾ അതേ പോകുന്ന വഴി എന്ന് പറയുന്നത് കണ്ടോ, ചെറിയൊരു വഴി, തനി ഗ്രാമീണ സൗന്ദര്യം തുളുമ്പുന്ന വഴിയാണ് കേട്ടോ. അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ആ വീടുകളുടെയൊക്കെ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഇതുപോലെ പാടങ്ങളും തെങ്ങുകളും അതുപോലെ തന്നെ കുറേ കായലിൻ്റെ ചെറിയ ചെറിയ പോർഷനൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ പോകും തോറും ഇത് കണ്ടോ, വലിയൊരു കനാലാണ് കേട്ടോ സുഹൃത്തുക്കളെ ഈ കാണുന്നത്. അപ്പം ഞാനിങ്ങനെ നോക്കി നോക്കി പോയപ്പോൾ ആ കനാലിൽ കുറേ താറാവുകളുണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ താറാവ് വരുമായിരുന്നു. അത് ഈ നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ നിന്ന് തീറ്റ കൊത്തി കഴിക്കാനായിട്ടാട്ടോ ഇതുപോലെ താറാവുകൾ വരുന്നത്. പക്ഷെ ഇപ്പോൾ ഇതുപോലെ അവിടെ കാണാനില്ല. ഞാൻ ഇപ്പോഴാട്ടോ ഇങ്ങനെ കാണുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു കാഴ്ചയായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു മനസ്സിനൊക്കെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആരും അങ്ങനെ നെൽകൃഷിയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതുപോലെ താറാവുകളൊക്കെ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്കൊന്നും വരാത്തത്. പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടത്തെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഈ റോഡ്, അതിന് ചുറ്റും പാടം, കായൽ, അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ കടമ്പ്രയാർ എന്ന് പറയുന്നത്. 2018 ഇത് ശരിക്കും പറഞ്ഞാൽ അടച്ചിട്ട് കുറച്ച് ഇപ്പോഴാണ് ഇത് റീസെൻ്റ്ലി സ്റ്റാർട്ടായത്. 2018 പ്രളയമൊക്കെ വന്നില്ലേ, അപ്പോൾ ഇത് മൊത്തത്തിൽ വെള്ളം കയറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും കടൽ പോലെയായിരുന്നു. വെള്ളം കയറിയിട്ട് വെള്ളം ഇറങ്ങാണ്ട് ഇങ്ങനെ കിടന്നു. അപ്പോൾ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ആ വീടുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് അവിടെ താമസിച്ചിരുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചിരുന്നു. പിന്നെ ഇതേ ഇപ്പോഴാണ് കടമ്പ്ര എക്കോ ടൂറിസം നമ്മുടെ കേരള ബഡ്ജറ്റിലൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേയൊക്കെ അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അത് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്ത് പോരുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഈവനിങ് ടൈമിലൊക്കെ. ഫാമിലീസിനാണെങ്കിലും കപ്പിൾസിനാണെങ്കിലും അതുപോലെ ഫ്രണ്ട്സിനാണെങ്കിലൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ നല്ല ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല മൈൻഡ്ഫുൾ പീസായിട്ടുള്ള, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം നമ്മുടെ കേരളത്തിൽ എറണാകുളം ജില്ലയിലുണ്ടോയെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുട്ടനാട്, ആലപ്പുഴ കുട്ടനാടൊക്കെ ചെന്നാൽ കാണാം. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ സ്ഥലം എന്ന് പറയുന്നത് റെയറാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെടാവുന്നവർ തീർച്ചയായും ഇവിടെ ഒന്ന് ഒരു ദിവസമെങ്കിലും ഒന്ന് വന്ന് കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വരാൻ പറ്റിയ ടൈമെന്ന് പറഞ്ഞാൽ രാവിലെ, അതിരാവിലെ വരാണെങ്കിൽ, അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ വരണം. ഉച്ച ടൈമിൽ വരരുത്, കാരണം നല്ല വെയിലായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ മഴയുള്ള ടൈമിൽ വരാണെങ്കിൽ ഒരു നല്ല പ്രത്യേക വൈബായിരിക്കും. കാരണം ഇവിടെ ചൂണ്ടയൊക്കെ ഇട്ട് ഇരിക്കുക. ഇവിടെ കനാലുകളൊക്കെ ഉണ്ട്, കായലുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ചൂണ്ടയിട്ടൊക്കെ ഇരിക്കും. അതുപോലെ നല്ല കാറ്റൊക്കെ അടിച്ചിരിക്കാൻ ഭയങ്കര പ്രത്യേക വൈബാണ് കേട്ടോ. അത് ഇവിടെയൊക്കെ ആ കായലിൻ്റെ പോർഷനാണ്. അത് കണ്ടോ, ചേട്ടന്മാരൊക്കെ കുനിഞ്ഞങ്ങോട്ട് ഇരിക്കുകയാണ് മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ വരുന്നത് ഒരു 5-5:30 ആയിട്ടോ. അപ്പോൾ വരാൻ പറ്റിയ ടൈം തന്നെയാണ് ഇത്. അല്ലെങ്കിൽ നമ്മൾ വെയിലത്ത് വന്ന വെയിലടിച്ച് കരിഞ്ഞ് കൊരിഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ ദേ ഈ പാലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കായലിങ്ങനെ പോവുകയാണ്. അപ്പോൾ നല്ല ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ മുന്നോട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അതേ റൈറ്റിലേക്ക് താഴേക്കൊരു വഴിയുണ്ട്. ആ വഴി കടന്ന് ചെല്ലുന്നതാണ് കടമ്പ്ര എക്കോ ടൂറിസത്തിലെ കാർ പാർക്കിംഗ് ഏരിയ. അപ്പോൾ ദാ നോക്കൂ സുഹൃത്തുക്കളെ, ഇതേ ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുകയാണ് പാടങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ കുറേ തെങ്ങുകളുണ്ട്. ആ തെങ്ങൊക്കെ പോണ വഴികളിലൂടെയൊക്കെ ഇങ്ങനെ കായലിൻ്റെ പോർഷനാട്ടോ. കായലിൻ്റെ പോർഷൻ എന്ന് പറയാൻ പറ്റില്ല, കായലാണോ കനാലാണോ എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ കുട്ടനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കായലുണ്ട്, പിന്നെ കായലിനോട് ചേർന്ന് കുറേ
കൈവഴികളൊക്കെ ഉണ്ടാവില്ല, അതിലൊന്ന് ഒരു കൈവഴിയാട്ടോ ഇത്. ഇങ്ങനെ ചുറ്റിക്കിടക്കുകയാണ്. അപ്പോൾ പണ്ട് രാജാക്കന്മാർ രാജഭരണമുള്ള കാലത്ത് രാജാക്കന്മാർ കെട്ടുവള്ളങ്ങളിലും വഞ്ചികളിലൊക്കെ ആയിട്ട് സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത് ഈ വഴികളിലൂടെ, ഈ കായലിൻ്റെ ഈ കൈവഴികളിലൂടെയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പം പിന്നെ അതേ ഇവിടെ കാണുന്ന ഈ പാടങ്ങളൊക്കെ ഉണ്ടല്ലോ, അന്ന് തുടങ്ങിയ ആളുകളൊക്കെ കൃഷിയൊക്കെ ചെയ്തു വന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കുന്നത്തുനാട് താലൂക്കിൽ കിഴക്കമ്പലം പഞ്ചായത്തിലാണ് കേട്ടോ. ഗൂഗിൾ മാപ്പിൽ കടമ്പ്രയാർ എക്കോ ടൂറിസം എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ലൊക്കേഷൻ കാണിച്ചു തരും. എനിക്കിതിൻ്റെ കറക്റ്റ് സ്പോട്ട് അറിയില്ല കേട്ടോ, കറക്റ്റ് പേരെന്തോ ഉണ്ട്, അതെനിക്കറിയില്ല. പക്ഷെ കടമ്പ്രയാർ ടൂറിസം എന്ന് പറഞ്ഞാലാണ് ഞാനൊക്കെ അറിയുള്ളൂ. എൻ്റെ ഓർമ്മ തുടങ്ങണ കാലം തുടങ്ങി കടമ്പ്രയാർ ടൂറിസം എന്ന് പറഞ്ഞാൽ കടമ്പ്രയാർ ആ ഒരു പേരാണ്. പക്ഷേ ഇതിന് കറക്റ്റ് എന്തോ പണ്ടൊക്കെ ഒരു പേരുണ്ട് കേട്ടോ, അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ഇങ്ങനെ കുറേ വാക്ക് വേ ഉണ്ട് കേട്ടോ. അതായത് ഒരു 1.5 കിലോമീറ്ററോളം വാക്ക് വേ ഉണ്ട് കായലിനോട് ചേർന്ന് തന്നെ. ഈ കൈവഴികൾ ഇങ്ങനെ പോണ വഴികളിലൂടെയൊക്കെ വാക്ക് വേ ആണ്. പിന്നെ അവിടെ പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ, അതായത് 2010 ഇതിങ്ങനെ കടമ്പ്ര എക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ ഇവിടെ ബോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രളയമൊക്കെ വന്നിട്ട് ആകെ നാശപൂശമായിട്ടൊക്കെ കിടന്നത്. അത് കഴിഞ്ഞിപ്പോൾ റീസെൻ്റ്ലി ആണ് ഇത് റീസ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ബോട്ടൊന്നുമില്ല, ബോട്ട് സർവീസ് ഒന്നുമില്ല. അന്ന് ഒരു 2010, 11, 12 ആ ടൈമിലൊക്കെ ഞാൻ വരുമ്പോൾ ഇവിടെ കുറേ ധാരാളം ബോട്ടൊക്കെ ഉണ്ടായിരുന്നു, ചവിട്ട് ബോട്ടുകൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു, വലിയ വലിയ ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞാൻ വന്ന ടൈമിൽ ബോട്ടിലൊക്കെ ഈ കായലിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കയറിയ പാടെ നല്ല കാറ്റാണ് കേട്ടോ, നല്ല ക്ലൈമറ്റ്, ഒന്നും പറയണ്ട. ഒന്നാമത് ഈവനിങ് ടൈം ആയതുകൊണ്ടാണ് നല്ല ഒരു കാറ്റും ഒരു പ്രത്യേക ഒരു അനുഭവമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. കാർ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞാൽ നേരെ കയറി ചെല്ലുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ഈ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. വെജ് ഐറ്റംസ്, നോൺ വെജ് ഐറ്റംസ്, ഷേക്ക്, ജ്യൂസ്, ഐസ്ക്രീംസ്, ചെറുകടികൾ, ടീ, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് 2 തൂക്കുപാലങ്ങളാണ്. ഈ തൂക്കുപാലങ്ങൾക്ക് പറയുന്ന പേര് ഹാങ്ങിങ് ബ്രിഡ്ജ് അഥവാ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറയും കേട്ടോ. പിന്നെ ഈ ബ്രിഡ്ജ് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ 2 തൂക്കുപാലങ്ങളും വരുന്നത്. പിന്നെ കായലിനോട് ചേർന്ന് ഇങ്ങനെ വാക്ക് വേ ആണ്. ഈ വാക്ക് വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഈ മോർണിംഗ് വാക്കൊക്കെ നടത്തുന്ന ആൾക്കാർക്കൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൂടിയാട്ടോ ഇത്. രാവിലെ മോർണിംഗ് വാക്കിന് വരുന്നവർക്കുണ്ടല്ലോ, ഇവിടെ നല്ല കോടയായിരിക്കും കേട്ടോ. കോടയിൽ പൊതിഞ്ഞ ഒരു കടമ്പ്രയാറായിരിക്കും ടൂറിസ്റ്റുകൾക്ക് കാണാനായിട്ട് സാധിക്കുക. പിന്നെ ഈവനിങ്ങിനാണ് വരുന്നതെങ്കിൽ നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ, അപ്പോൾ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല സെറ്റായിരിക്കും. പിന്നെ അതേ കായലിലേക്ക് നോക്കിയപ്പോൾ നല്ല പുല്ലൊക്കെ ഉണ്ട്. ഇനി ആ പുല്ലൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം സത്യം പറഞ്ഞ ബോട്ടുകൾക്കൊക്കെ ഇവിടെ സർവീസ് തുടങ്ങാനായിട്ട്. പണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മനക്കക്കടവ് വരെ ഇവിടുന്ന് ഒരു 1.5-2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടുന്ന് തുടങ്ങി അവിടെയും വരെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കായലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ബോട്ട് സർവീസ് ഇല്ലാണ്ട് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കി വെച്ചിരിക്കുന്നത്. ഇനി കായലൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ബോട്ട് സർവീസൊക്കെ പഴയ പോലെ റീസ്റ്റാർട്ട് ആവും, അതിനുള്ള പദ്ധതികളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കടമ്പ്രയാറിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കൂട്ടുകാരെ. അപ്പോൾ ഈ പാലം കടന്നിട്ട് വേണം, അതായത് ഈ തൂക്കുപാലം കടന്നിട്ട് വേണം അക്കരയ്ക്ക് എത്താനായിട്ട്. അങ്ങനെ ഞാൻ ഈ പാലം ക്രോസ് ചെയ്ത് അപ്പുറക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ ഒരു റീസെൻ്റ്ലി മാരീഡായിട്ടുള്ള കപ്പിൾസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സും ഫാമിലീസും, അതുപോലെ തന്നെ സോഷ്യൽ ഇൻഫ്ലുവൻസറാണോ ആയിക്കോട്ടെ, നിങ്ങളിവിടെ വന്നിട്ട് നല്ല ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആക്കി നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതിലൊന്നാണ് വണ്ടർല. നിങ്ങൾ കേട്ടിരിക്കുമല്ലോ, കേരളത്തിലെ നമ്പർ 1 അമ്യൂസ്മെൻറ്റ് പാർക്കായ വണ്ടർലയെ കുറിച്ച്. അതാണ് കേട്ടോ ആ കാണുന്നത്. അപ്പം ഞാനിവിടെ നിന്നപ്പോൾ അതിൻ്റെ ഊഞ്ഞാല, അതായത് ആകാശ ഊഞ്ഞാലയൊക്കെ കറങ്ങുന്നതായിട്ടൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അത് ഇവിടെ നിന്നാൽ കാണാം. പിന്നെ കാണുന്നതാണ് IT പാർക്ക്, ഇൻഫോ പാർക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ IT സമുച്ചയം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അത് രണ്ടും ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഈ 1.5-2 കിലോമീറ്ററിനുള്ളിലാണ് കേട്ടോ. ഇതാണ് വണ്ടർല. അപ്പം ഞാൻ കുറേ നേരം ഇതിങ്ങനെ കറങ്ങുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന, അതായത് ചൈൽഡ്ഹുഡ് ടൈമിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് വണ്ടർല വീഗാലാൻഡ് എന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത് കേട്ടോ. ഇപ്പോഴാണ് വണ്ടർല എന്നുള്ളൊരു പേരൊക്കെ വന്നത്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ഓർക്കായിരുന്നു, എൻ്റെ മെമ്മറീസൊക്കെ ഞാനിങ്ങനെ ഓർക്കായിരുന്നു. എനിക്ക് ഇനി അവിടെ ഒന്ന് പോകണമെന്നൊരാഗ്രഹമുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അതൊന്ന് നടക്കട്ടെ.
അപ്പോൾ കുട്ടികളൊക്കെ പറയുമായിരുന്നു ഇനി നമുക്ക് അവിടെ പോയിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ അതേ അവിടുന്ന് നേരെ കാണുന്നതാണ് നമ്മുടെ ഇൻഫോ പാർക്ക്, അതായത് IT സമുച്ചയമായ ഇൻഫോ പാർക്ക് കാക്കനാട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോർഷനൊക്കെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്തു. അപ്പോൾ ഇതാണ് ഇൻഫോ പാർക്ക്. ഇപ്പുറത്ത് കാണുന്നതാണ് സുഹൃത്തുക്കളെ വണ്ടർല. അപ്പോൾ ഇത് രണ്ടും അതായത് ഇത് മൂന്നും സിറ്റുവേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇതൊക്കെ കാണാം, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാം. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടൗണിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു നേരം പോക്കിന് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കടമ്പ്രയ ടൂറിസത്തിൽ വരിക. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ ഒത്തിരി IT പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആകുമ്പോൾ ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അവർക്ക് ഒരു സൺഡേ ഒക്കെ ഒരു ഹോളിഡേ കിട്ടുമ്പോൾ അവർക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ കടമ്പ്രയാറ്. പണ്ടിവിടെ ധാരാളം നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പം കൃഷിയൊന്നുമില്ല, നല്ല വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് കർഷകരൊക്കെ അത് ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്നാൽ കാണുന്നത് ആ കാണുന്ന ഷിപ്പാണ് കേട്ടോ. അത് ഒറിജിനൽ ഷിപ്പൊന്നുമല്ല, അത് യൂറോടെക് എന്നാണ്. അതൊരു അക്കാഡമിയാണ് കേട്ടോ. നേവിയിലെ സ്റ്റുഡൻസിന് നീന്തൽ പരിശീലനം കൊടുക്കുന്ന, അതായത് പ്രാക്ടീസ് സെഷനൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് അവർ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത്. അതായത് സ്വിമ്മിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ 1.5 കിലോമീറ്ററോളം ബാക്ക് വേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ പോകാം, ഇങ്ങനെ നടക്കാം ഇതിലൂടെ. ഇങ്ങനെ കുറേ തെങ്ങൊക്കെ ഉണ്ട്. ഈ തെങ്ങിൻ്റെ ഷാഡോ ഈ വെള്ളത്തിൽ ഇങ്ങനെ പതിക്കുന്നതായിട്ട് കാണാം കേട്ടോ. അപ്പുറം ചെറിയ കണ്ടൽക്കാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഷാഡോ അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ വന്ന ധാരാളം മീനെയൊക്കെ പിടിക്കുക കേട്ടോ. നല്ല കായൽ മത്സ്യങ്ങളെയൊക്കെ നന്നായിട്ട് പിടിച്ചെടുക്കുക. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചില്ല ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് മീനെ പിടിക്കുന്നത്. അത് ഇവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഇത് നേരത്തെയൊക്കെ വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, പിന്നെ വരുമ്പോൾ ഒരു ചൂണ്ടയും കൊണ്ടൊക്കെയാണ് വരുന്നത്. കാരണം ഇവിടെ ധാരാളം മീനെ കിട്ടും. ഒരു ചൂണ്ട കൊണ്ടുവന്ന് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മീനെയൊക്കെ കിട്ടും. ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയും ചെയ്യാം. പോണ വഴിക്ക് കുറേ മീനെയും പിടിച്ചുകൊണ്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഇവിടെ ആളുകളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ ഈ കായലിനോട് ചേർന്ന് പുല്ലും പായലൊക്കെ കിടക്കുന്നത് കണ്ടോ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ബോട്ട് സർവീസ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. ബോട്ടിലൊക്കെ എൻജിനിൽ ഈ പുല്ലും പായലൊക്കെ കുടുങ്ങിയിട്ട് ബോട്ടൊക്കെ കേടായി പോകും. അതുകൊണ്ടാണ് കേട്ടോ സർവീസൊന്നും ഇല്ലാത്തത്. ഇനി അടുത്ത് തന്നെ ബോട്ടൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് സെറ്റാവും. 2018 പ്രളയത്തിന് ശേഷമാണ് ഇവിടെ ഇത് സ്റ്റോപ്പായെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അന്ന് പ്രളയത്തിൻ്റെ ടൈമിലുണ്ടല്ലോ, ഇവിടെ ഈ തെങ്ങിൻ്റെ ഇപ്പോൾ ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ 2 മനുഷ്യരെ ഇങ്ങനെ മേലെ നിർത്തിക്കഴിഞ്ഞാൽ എന്തോരം ഉണ്ടാവും, അതുപോലെ ചെളിയായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അത് ക്ലീനാക്കി ഒത്തിരി ബുദ്ധിമുട്ടി, ആ മണ്ണൊക്കെ കോരി കളയാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഇത് സ്റ്റാർട്ടായേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വാക്വേയുടെ സൈഡൊക്കെ പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. കമ്പിയൊക്കെ വെച്ച് ഇരു സൈഡും കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൈഡൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് ഒക്കെ ഇരിക്കുന്നുണ്ട്. കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കുട്ടികളൊക്കെ ആകുമ്പോൾ ഓടിച്ചാടി ആ വെള്ളത്തിലേക്കൊക്കെ ചാടാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ചെറിയ കുട്ടികളുടെ കാര്യം കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ ഇനി ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇവിടെ 2 പാലങ്ങളുള്ളത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു തൂക്കുപാലം അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വരെ നടക്കാനായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ എൻ്റെ കൂടെ വരുന്ന ആളുകൾ കുറച്ച് മടിച്ചികളായതുകൊണ്ട് എന്നെ ഇങ്ങനെ വിളിക്കുകയാണ് ബാക്കിലേക്ക്. ബാ പോകാം, ഇനി വീട്ടിലേക്ക് പോയി, കോഴീനെ വിളിക്കണ പോലെ പാന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം അതൊക്കെ മൈൻഡ് ചെയ്യാണ്ട് ഞാൻ എൻ്റെ വീഡിയോയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതേ ഇവിടെ കണ്ടോ, നിറച്ച് പായലാണ് കേട്ടോ. കായൽ നിറച്ച് പായലാണ്. ദൂരെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും കാണാം കേട്ടോ. ഇവിടെ നിറച്ച് പായലാണ്. പണ്ട് ഇതിൽ കൂടെയൊക്കെ ബോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈഡിൽ ഈ കമ്പിയൊക്കെ ഉണ്ടല്ലോ, വാക്പിയുടെ സൈഡിലുള്ള കെട്ടുകളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി ശ്രദ്ധിക്കണം. കാരണം അവരൊക്കെ ഓടിച്ചാടി വെള്ളത്തിലേക്ക് പോകാണ്ടൊക്കെ ശ്രദ്ധിക്കണം. നല്ല ആഴമൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോൾ 2 ചേട്ടന്മാർ പിന്നെ അവിടെ നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറേ നേരം അതിരുന്ന് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ചൂണ്ടയുണ്ട്. അതൊരു ചെറിയ ഈ ഇല്ലിക്കമ്പല്ല, വേറെ എന്തോ ഒരു മരത്തിൻ്റെ ശീലം വെച്ചുണ്ടാക്കിയ ചൂണ്ടയായിരുന്നു. അത് എൻ്റെ കയ്യിലുള്ള ചൂണ്ട ഇത്രയും പറ്റൂല കേട്ടോ. ഇത് നല്ല മെറ്റൽ പോലത്തെ ഒരു ചൂണ്ടയാണ്. അവരതുകൊണ്ട് കുറേ നേരമായി മീനൊക്കെ പിടിക്കുന്നു. അവർക്ക് കുറേ മീനൊക്കെ കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ ചൂണ്ട ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട്
മീനെയൊക്കെ പിടിക്കാം എന്ന് കരുതി മീനെ പിടിക്കാനായിട്ട് മാത്രം നിങ്ങൾ കടമ്പ്രയാറിലേക്ക് വരരുത്. ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ തൂക്കുപാലം കാണാനായിട്ട് പോയില്ല. ഇവിടെ എല്ലാവരും എന്നെ ഇങ്ങനെ വിളിച്ചും കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരുന്നു. അതേ ദൂരെ സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. ആ ടൈം ഒരു 6:15 6:30 ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് അങ്ങ് മനക്കക്കടവ് വരെ കാണാനുള്ളത്. ഇവിടുന്ന് ബോട്ട് സർവീസ് തുടങ്ങി അങ്ങ് മനക്കക്കടവ് വരെയാണ്. അവിടെയാണ് ഈ ആലുവ എറണാകുളം റൂട്ടാണ് കേട്ടോ, ബസ് റൂട്ടാണ് അത്. അപ്പോൾ ആ റൂട്ടിൽ തന്നെയാണ് ഈ വണ്ടർലയും അതുപോലെ തന്നെ ഇൻഫോ പാർക്കും സിറ്റുവേറ്റ് ചെയ്യണേ കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല കാറ്റാണ് കേട്ടോ മക്കളെ. എന്ത് രസമാണെന്നറിയാമോ, നമ്മൾ വീട്ടിൽ ഫാൻ ഇട്ടിരിക്കണ പോലെയല്ല കേട്ടോ. നല്ല നാച്ചുറൽ കാറ്റാണ് കേട്ടോ, നാച്ചുറൽ കാറ്റ്. ആ ഷിപ്പ് കണ്ടോ, ഞാൻ ദൂരേന്നല്ല നേരത്തെ കാണിച്ചത്, ഇപ്പോൾ ഈ അടുത്തുനിന്നാണ് കേട്ടോ. ഇതൊരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്, ഒറിജിനൽ അല്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ അത് ഒറിജിനലായിട്ട് ഫീൽ ചെയ്യും. അതാണ് കേട്ടോ. ഇപ്പോൾ ടൈം സന്ധ്യയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോരാനുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഷേക്കൊക്കെ ഓർഡർ ചെയ്തു. എന്തോ ഷാർജ ഷേക്കാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഷേക്കൊന്നും കഴിക്കാറില്ല കേട്ടോ. ഐസ്ക്രീം കഴിക്കും, ഷേക്ക് അങ്ങനെ റെയറായിട്ടാണ് കഴിക്കാറ്. എൻ്റെ ഓർമ്മയിൽ അടുത്തെങ്കിലും ഞാൻ ഷേക്ക് അങ്ങനെ കുടിച്ചിട്ടില്ല. നല്ലതാട്ടോ, നല്ല ഷാർജ ഷേക്കായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഒരു 6:45 7 മണി സന്ധ്യയായിട്ടുണ്ട്. അന്നത്തെ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു. പെരുന്നാളായതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഇതൊക്കെയാണ്. പിന്നെ നൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നൈറ്റ് നല്ല കളർഫുള്ളായിട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ദൂരെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ കായലിനോട് ചേർന്ന ഒരു സ്റ്റെയർ, താഴേക്ക് സ്റ്റെപ്പ് പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങിയിട്ട്, നൈറ്റാണല്ലോ, ചുമ്മാ ഒരു രസം, അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഇറങ്ങി നിന്ന്. ഇവിടെയാണ് കേട്ടോ പണ്ട് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ബോട്ടൊക്കെ വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടിരുന്ന സ്ഥലം. അപ്പോൾ ഇതിന് കറക്റ്റ് പേരെന്തോ ഉണ്ട്. ഇതിൻ്റെ പേരെന്തോ എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ദൂരെ ടൈറ്റാനിക് മോഡലിൽ മാതൃകയിലുള്ള ഷിപ്പൊക്കെ ഉണ്ട്. അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ വാക്ക് വേയിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ വാക്ക് വേ നടന്ന് മേലോട്ട് ഒരു ചെറിയ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കയറി മേളിൽ റോഡിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ദൂരെ നിന്നിട്ട് കടമ്പ്രയാറിൻ്റെ നൈറ്റ് വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഫാമിലീസ് ആയിക്കോട്ടെ, കപ്പിൾസ് ആയിക്കോട്ടെ, എറണാകുളം ജില്ലയിലുള്ളവരും ഇനി പുറത്തുനിന്നുള്ളവർക്കും വരാം കേട്ടോ. എല്ലാവരും വന്നോന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇവിടെ വന്ന് ഇത് കാണുക. നല്ല ഒരു മൈൻഡ്ഫുൾ സെറ്റാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ആരെങ്കിലും വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടോ. ഇവിടെ മേലെ പാലത്തിങ്ങ നിന്നിട്ട് ഞാൻ ഇങ്ങനെ കടമ്പ്രയാറിൻ്റെ വ്യൂ എടുക്കുകയാണേ. അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, വാക്ക് വേ നിറച്ച്. അപ്പോൾ ആ ലൈറ്റിൻ്റെ വെട്ടം താഴെ കായലിൻ്റെ വെള്ളത്തിൽ ഇങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ദൂരെ വണ്ടർല ഉണ്ട്. വണ്ടർലയിലും ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് സാധിക്കും. മൊത്തത്തിൽ നല്ലൊരു ഫീലാണ് കേട്ടോ. നമ്മുടെ ഈ ഷിപ്പാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. കണ്ടു കഴിഞ്ഞാൽ നല്ല ഒറിജിനലായിട്ട് തോന്നും, പക്ഷെ ഒറിജിനൽ അല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ, സീ യു.